ഹലോ ഗായ്സ്, ഞങ്ങളുടെ കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാ വീഡിയോനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് കുഞ്ഞിൻ്റെ മുടി കെട്ടി കൊടുക്കുന്നത് വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇനി കുറച്ച് കാലത്തേക്ക് എനിക്ക് എൻ്റെ കുട്ടിക്ക് മുടി കെട്ടി കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അതെ ഗായ്സ്, കുഞ്ഞിനൊന്ന് മുട്ടയടിക്കാൻ പോവാ കേട്ടോ. എനിക്കൊരു മിക്സഡ് ഫീലിങ്സ് ഉള്ള വ്ളോഗാണിത്. ഒരുപാട് സന്തോഷം, ഒരുപാട് സങ്കടവും ഉണ്ട്. സാധാരണ രീതിയിൽ 1 വയസ്സ് കഴിഞ്ഞാൽ മുട്ടയടിക്കുന്ന കുഞ്ഞിക്കിപ്പോൾ 1.5 വയസ്സായി. അവളുടെ അച്ഛനും എനിക്കും ഒരുപോലെ സങ്കടമുള്ളതുകൊണ്ടാട്ടോ ഇത്ര നാളും പോവാഞ്ഞത്. പിന്നെ ഇനി 2 വയസ്സാവാറായില്ലേ, അവളുടെ ബർത്ത്ഡേ അമ്മയ്ക്കും കുറച്ചും കൂടിയൊക്കെ വന്നോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ ഞങ്ങൾ വേഗം തന്നെ ഇത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പോകാനായിട്ട് ഫാദി ചേച്ചിയും ഫയാസേട്ടനും കണ്ണമ്മാമനും റിനുമാമനും അച്ചച്ചനും അച്ചമ്മയും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ദെൻ കുഞ്ഞിക്ക് മുല്ലപ്പൂവും റോസാപ്പൂവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അവളുടെ മുടി മുട്ടയടിക്കാൻ പോകുന്നേക്കാളും മുന്നേ മുല്ലപ്പൂവൊക്കെ വെച്ച് അവളെ ഒരുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ വഴിയിൽ നിന്ന് മുല്ലപ്പൂവൊക്കെ മേടിച്ചു കേട്ടോ. എൻ്റെ കുട്ടി ഇപ്പോൾ സുന്ദരിയായില്ലേ ഗായ്സ്. കേരളത്തിൽ ഏറ്റവും പഴക്കം ചേർന്ന മുരുകക്ഷേത്രത്തിലെ ഒന്നായ കുടുംബക്ഷേത്രത്തിലാണ് കേട്ടോ കുഞ്ഞിനെ മുട്ടയടിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പഴനി ഭഗവാന്റെ പകുതിയായിട്ടാണ് കുടുംബക്ഷേത്രത്തിനെ കണക്കാക്കപ്പെടുന്നത്. പാലക്കാട് നിന്ന് ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ കൊടുമ്പിലേക്ക്. മുട്ടയടിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ റെസിപ്റ്റ് എടുക്കണം. അതിനുവേണ്ടി ക്യൂ നിൽക്കാം കേട്ടോ. അവർ 80 രൂപയോ മറ്റോ ഉള്ളൂ കേട്ടോ. വേറെയും ഒരുപാട് തരം വഴിപാടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയ ദിവസം ഒരു വിശിഷ്ട ദിവസമായതുകൊണ്ട് നല്ല തിരക്കും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യൂ നിൽക്കുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ആൻറ്റിയും മാമനും കുഞ്ചി ചേച്ചിയും സ്വത്തേട്ടനും അങ്ങനെ എല്ലാവരും അവിടെ എത്തിയിട്ടോ. അങ്ങനെ റെസിപ്റ്റൊക്കെ മേടിച്ച് ഞങ്ങൾ മുട്ടയടിക്കാൻ പോവാ കേട്ടോ. അമ്പലത്തിനോട് കുറച്ച് നീങ്ങിയിട്ടുള്ളൊരു ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മുട്ടയടിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ സുന്ദരിക്കുട്ടിക്ക് മുട്ടയടിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അവിടെയുള്ള എല്ലാ കുട്ടികളും കരയുമ്പോൾ കുഞ്ഞ് മാത്രം എന്താണോ ഭയങ്കര കാമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഓരോ മുടി വെട്ടുമ്പോഴും എനിക്കെന്തോ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഹെയർ ഓരോ തരത്തിലും എങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്താലും എനിക്ക് മതിയാവാറേ ഇല്ല. അങ്ങനെയുള്ള എനിക്ക് അവളുടെ ഹെയർ മൊത്തം പോവാന്ന് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അവളുടെ അച്ഛനും ആ ടെൻഷനുണ്ട് കേട്ടോ. പിന്നെ അവളുടെ ഹെയർ കട്ട് ചെയ്തിരുന്ന അച്ചച്ചൻ്റെ കൈ നന്നായി ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പലയിടത്തും മുറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടപ്പോൾ എൻ്റെ ടെൻഷൻ ഒന്നും കൂടിയും കൂടിയിട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞ് ഭയങ്കര കാമായിട്ട് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി ആശ്വാസമായിട്ടോ. അറ്റ്ലാസ്റ്റ് ഞങ്ങളുടെ കുട്ടി ഇപ്പോൾ ഒരു മുട്ടക്കുട്ടിയായിട്ടോ. മുട്ട അടിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുട്ടികളെ കുളിപ്പിക്കാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഈ തണുപ്പത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് അവർ ഹീറ്ററൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ചൂടുവെള്ളമൊക്കെ കിട്ടിയിട്ടോ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറുമ്പോൾ അടുത്തുള്ള മുട്ടക്കുട്ടീനെ കണ്ടിട്ട് കുഞ്ഞ് അയ്യേ അയ്യേന്ന് പറയാം കേട്ടോ. അവൾക്കറിയില്ലല്ലോ അവളും ഇപ്പോൾ മുട്ടക്കുട്ടിയായിന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ ചന്ദനം പുരട്ടാൻ വേണ്ടിയിട്ട്. മുട്ടയടിച്ച് റെസിപ്റ്റ് കാണിച്ചു കൊടുത്താൽ അവർ തന്നെ നമുക്ക് ചന്ദനം തരും കേട്ടോ. അത് നനച്ച് നമ്മൾ തന്നെ പുരട്ടി കൊടുക്കണം. പിന്നെ ഈ അമ്പലത്തിലെ എല്ലാ സൺഡേയിലും പിന്നെ കാർത്തിക ഡേയിലും ആണെന്ന് തോന്നുന്നു അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ കുഞ്ഞിക്ക് മുട്ടയടിച്ച് കഴിഞ്ഞതിന് കാവടി എടുക്കാമെന്ന് ഞാനൊരു നേർച്ച നേർന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാവടിയൊക്കെ എടുത്തു കേട്ടോ. അമ്പലത്തിന് ചുറ്റും ഒരു വലം വെച്ചു. അമ്പലത്തിൻ്റെ ഉള്ളിലും വലം വയ്ക്കുന്നതാണ്. പക്ഷെ നട അടച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉള്ളിൽ വലം വയ്ക്കാൻ പറ്റിയില്ല. നല്ല രീതിക്കുള്ള ക്യൂ ഉള്ളത് കൊണ്ടാട്ടോ എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. നല്ല രീതിക്കുള്ള തിരക്കുള്ളത് കൊണ്ട് എനിക്ക് ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല.
ഇത് അമ്പലത്തിൻ്റെ അടുത്തുള്ള പുഴയാട്ടോ. ശോകനാശിനി പുഴയുടെ ഭാഗമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പുഴയിൽ മുങ്ങി നിവർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശോകങ്ങളൊക്കെ പോകുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങളുടെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.